കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒറ്റ സിറ്റിയെ ഈസിയായി മാറ്റാൻ പറ്റും. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് എല്ലാ കടകൾക്കും പുതിയ ലൈസൻസ് വരും എന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ഒരു കട ഇപ്പം ഞാൻ 50 ലക്ഷം രൂപ ചിലവാക്കി നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കട 1 കോടി രൂപയിലേക്ക് മാറുമ്പോൾ അതൊരു പുതിയ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ വന്നാൽ 100 കോടി രൂപ വരെ ടേൺ ഓവറുള്ള കമ്പനിക്ക് ഇൻകം ടാക്സ് അടയ്ക്കണ്ട കേന്ദ്രത്തിൽ. നമ്മളീ പറയുന്നത് പോലെ ചെറിയ കാര്യമല്ല. ഈ കാരണം എന്തുകൊണ്ട് ഈ കമ്പനികളെല്ലാം സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 100 കോടി വരെ ടേൺ ഓവർ ടാക്സ് ഇല്ല, 5 വർഷത്തേക്ക് ടാക്സ് ഇല്ല, ഫ്രീ ടാക്സ് ആണ്. അവിടെ കിട്ടുന്ന വരുമാനം മുഴുവൻ സ്വന്തമായിട്ട് എടുക്കാം, സ്വന്തമായിട്ട് യൂസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഈ സ്റ്റാർട്ടപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ സ്റ്റാർട്ടപ്പുകളെ മുഴുവൻ നമ്മൾ ഇല്ല എന്ന് പറയുകയും നമ്മൾ ഇതിന് ശൈലി ഇല്ല എന്ന് പറയുകയും ഇത് മുഴുവൻ യു ഡി എഫ് ഭരണത്തിൽ നിന്ന് പോയിട്ട് 8 കൊല്ലമായി. കഴിഞ്ഞ 8 കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ആ കാലയളവിലൊന്നും ഈ പറഞ്ഞ സംവിധാനങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്?